കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്ത നായർ സമുദായം അടിമത്തത്തിന്റെയും വിഭജനത്തിന്റെയും കരാളഹസ്തങ്ങളിൽ ഞെരിഞ്ഞമരുമ്പോഴും സ്വാഭിമാനം നിലനിർത്തിയും സാമൂഹ്യ പുരോഗതി ലക്ഷ്യമിട്ടും നിരവധി പ്രവർത്തനങ്ങൾ സാധ്യമാക്കാൻ നായർ സമുദായത്തിന് സാധിച്ചു. അങ്ങനെ ഭാർഗവ കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിലും പൊതുരാഷ്ട്രീയ പന്ഥാവിലും സ്വാധീനം ചെലുത്താൻ കഴിവുള്ള പ്രബലവും ശക്തവുമായ സംഘടനയായി നായർ സമുദായത്തിന്റെ ഐക്യബോധമായി നായർ സർവീസ് സൊസൈറ്റി രൂപീകരിച്ചതും സമുദായത്തിനകത്തും പുറത്തുമുള്ള നിരവധിയായ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇല്ലാതാക്കിയതും സമുദായാചാര്യൻ ശ്രീ മന്നത്ത് പത്മനാഭന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള സമർപ്പിത നേതൃപാടവം കൊണ്ടു മാത്രമാണ്. നായർ സമുദായത്തെ സാമൂഹിക യശസ്സിലേക്ക് കൈപിടിച്ചുയർത്തിയ വ്യക്തിപ്രഭാവൻ ശ്രീ മന്നത്ത് പത്മനാഭൻ കൊളുത്തിയ ആദർശ ദീപമേന്തി മികവേകുന്ന നേതൃപാടവം കൊണ്ട് സമുദായത്തെ മുന്നോട്ട് നയിക്കുന്ന ആരാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായർ എന്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണെന്ന് പറഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത മന്നത്താചാര്യന്റെ പാദങ്ങളെ പിന്തുടർന്ന് തന്റെ ജീവിതം പരിപൂർണമായും നായർ സർവീസ് സൊസൈറ്റിക്കും അതുവഴി സമുദായത്തിനും സമർപ്പിച്ച ആരാധ്യനായ ജനറൽ സെക്രട്ടറിയുടെ ഇച്ഛാശക്തിയുടെയും ദീർഘവീക്ഷണത്തിന്റെയും ഫലമായി നമുക്കും നമ്മുടെ സമുദായത്തിനും ലഭിച്ചിട്ടുള്ള നേട്ടങ്ങളെ സ്മരിച്ചുകൊണ്ട് ആ നേതൃത്വകരങ്ങൾക്ക് ശക്തി പകരാൻ ഹോസ്ദുർഗ് താലൂക്ക് NSS കരയോഗ യൂണിയൻ പനത്തടി മേഖലാ സമ്മേളനം നവംബർ 9 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ വളാംതോട് മായത്തി ഭഗവതി ക്ഷേത്ര പരിസരത്ത് മന്നം നഗറിൽ വെച്ച് നടത്തപ്പെടുകയാണ്. പതാക ഉയർത്തലും മുത്തുക്കുടകളും വാദ്യമേളങ്ങളും വർണ്ണശബളമായ ഘോഷയാത്രയും ഉദ്ഘാടന സഭയും വിവിധ കലാപരിപാടികളും മികവേകുന്ന NSS ഡയറക്ടർ ബോർഡ് മെമ്പർ ശ്രീ MP ഉദയഭാനു ഉദ്ഘാടകനായും NSS ഡയറക്ടർ ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് A ബാലകൃഷ്ണൻ നായർ മുഖ്യാതിഥിയായും എത്തിച്ചേരുന്ന ചടങ്ങിലേക്ക് NSS പനത്തടി മേഖലാ സമ്മേളനത്തിലേക്ക് മുഴുവൻ സമുദായ ബന്ധുജനങ്ങളെയും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്.